ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ കുമരകത്തിന്റെ ഭംഗി പക്ഷേ ഒളിഞ്ഞിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലിന്റെയും കുമരകത്തിന്റെയും ദൃശ്യഭംഗി ഒപ്പിയെടുക്കുകയാണ് ഒരു ബോട്ട് യാത്രയിലൂടെ കോട്ടയത്ത് നമ്മുടെ റിപ്പോർട്ടർ ടോബി ജോൺസൺ. പക്ഷെ അതൊരു വെറുതെ ഒരു യാത്ര മാത്രമല്ല, കുറഞ്ഞ ചെലവിൽ എങ്ങനെ കായൽ സൗന്ദര്യം ആസ്വദിക്കാം എന്ന് പ്രേക്ഷകരെ മനസ്സിലാപ്പിക്കുകയാണ് ഈ യാത്രയിലൂടെ. ലോകപ്രശസ്തമാണ് വേമ്പനാട്ട് കായലിൻ്റെ സൗന്ദര്യം. ആ സൗന്ദര്യം ആസ്വദിക്കാൻ കുമരകത്തേക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. എന്നാൽ ബജറ്റ് ഫ്രണ്ട്ലിയായി എങ്ങനെ ആ സൗന്ദര്യം ആസ്വദിക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, വേമ്പനാട്ട് കായലിൻ്റെ ഓളങ്ങളിലൂടെ. ബസ് മാർഗവും മറ്റും കുമരകത്തേക്ക് എത്തിയാൽ ചീപ്പുങ്ക പാലത്തിൻ്റെ താഴെയായി നിരവധി ഹൗസ് ബോട്ടുകളുണ്ട്. ഹൗസ് ബോട്ടുകൾ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ വളരെ ചുരുങ്ങിയ നിരക്കിൽ ഇവിടെ ഇതുപോലെ ശിക്കാര വള്ളങ്ങളുണ്ട്. അതിൽ കയറിയാൽ വിശദമായി തന്നെ നമുക്ക് വേമ്പനാട്ട് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ശിക്കാര വള്ളത്തിൽ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം നമ്മൾ പെണ്ണാറിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഈ പെണ്ണാറിലൂടെ ഒഴുകിയാണ് വെള്ളം വേമ്പനാട്ട് കായലിലേക്ക് എത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, മനോഹരമായ ദൃശ്യങ്ങളാണ്. ഈ പെണ്ണാറിലൂടെ ഒഴുകി പോകുന്ന വെള്ളം വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിയെത്തും. അതുപോലെ തന്നെ ആ റൂട്ടിലൂടെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കായലാണ്. കണ്ണത്താ ദൂരം വിശാലമായി പരന്നു കിടക്കുന്ന വേമ്പനാട്ട് കായലാണ്. ബോട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട് 18 വർഷമായി. അതിന് മുന്നേ എൻ്റെ വീട് ഈ കാണുന്ന ഐലൻഡിലാണ്, കായലിൻ്റെ വേമ്പനാട്ട് കായലിൻ്റെ നടുക്ക് തന്നെ. കൈപ്പുഴ വെച്ചുക്കായൽ എന്ന് പറയും. അപ്പം വേമ്പനാട്ട് കായലാണ് ഞങ്ങളുടെ ജീവിത മാർഗം എന്നൊക്കെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കായലിൻ്റെ നടുക്ക് വള്ളത്തെ തന്നെ പോകണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കനാലുകളൊക്കെ പോകാനായിട്ട് പോവുകയാണെങ്കിലും കായലിലാണെങ്കിലും നമുക്കൊരു കാറ്റും കോളും ഒക്കെ വരുന്ന സമയമാണെങ്കിലും ഞങ്ങളിത് എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ പ്രകൃതി മാറുന്നതനുസരിച്ച് നമുക്ക് ബോട്ട് അങ്ങോട്ട് വിടാതെ വേറെ സുരക്ഷിതമായ ഏരിയയിലേക്ക്, അതും ഏറ്റവും കൂടുതൽ ശിക്കാര പോകുന്നത് നമ്മുടെ വില്ലേജ് ഏരിയകളിലേക്കാണ്. അതാകുമ്പോൾ നാട്ടുംപുറവും വയലുകളും എല്ലാം കണ്ട് നമ്മൾ വിദേശത്തു നിന്ന് വരുന്നവരും ആയ ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ ആ ഒറിജിനൽ സൗന്ദര്യം ആസ്വദിച്ച് പോകാനുള്ള ഒരു ഏരിയ, അത് ഞങ്ങൾക്ക് അന്നേരം ഈ ശിക്കാരയിലാകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും. കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ പരന്നു കിടക്കുന്നത്. 1512 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. മീനച്ചിലാർ, മണിമലയാർ, അച്ചൻകോവിലാർ എന്നീ ആറുകളും ഈ വേമ്പനാട്ട് കായലിലേക്കാണ് ഒഴുകിയെത്തുന്നത്. പന്ത്രണ്ടോളം പേർക്ക് ഈ ശിക്കാര വള്ളത്തിൽ സുഖമായി യാത്ര ചെയ്യാൻ സാധിക്കും. എന്നാൽ ചില അപകടങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിലുള്ള ചെറിയ വള്ളങ്ങളിൽ 8 പേർക്കാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. കുടുംബമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ സുഖമായി ഈ ചെറിയ നിരക്കിൽ നമുക്ക് കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ കായലിൻ്റെ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ചെറിയ കടകൽ വന്ന് കിടന്നിട്ട് അത് പിന്നെ അവിടെ അടിഞ്ഞ് വലിയ ആ പറമ്പ് പോലെ ഒരു ഐലൻഡ് പോലെ തന്നെ കിടക്കുന്ന കണ്ടോ, അത് ഇന്ന പോലെ എക്കൽ വന്ന് അടിഞ്ഞ് അങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക. അതായത് ബോട്ടൊന്നും അതിലേ പോകത്തില്ല. ബോട്ടല്ല, കൊച്ച് മീൻ പിടിക്കാൻ പോകുന്ന ചെറിയ വള്ളങ്ങൾക്ക് പോലും അതിലേ പോകാൻ മേല, കാരണം ഉറയ്ക്കും. ഇത്തരം ചെറിയ ശിക്കാര വള്ളങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിയെത്തുന്ന ചെറിയ തോടുകളിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി നേരിട്ട് ആസ്വദിക്കാൻ വിനോദസഞ്ചാരികൾക്ക് ഇതിലൂടെ സാധിക്കും.
മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒന്നും വേമ്പനാട്ട് കായലിൻ്റെ ഈ സൗന്ദര്യം ആസ്വദിച്ചു തീരില്ല. അത്രത്തോളം കാഴ്ചകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് വേമ്പനാട്ട് കായലും കുമരകവും. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കും. കോട്ടയത്ത് നിന്ന് പ്രശാന്തിനൊപ്പം ടോബി ജോൺസൺ, 24.